എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകൾ ഉണ്ട്, എല്ലാം കിഴിക്കാത്തോണ്ട് കീഴിലേക്ക് പോവാം. ഓക്കെ. ലാവുദിക്കണ നേരമായിതാ പ്രിയ സാജിദ. സാജിദയോ? സാജിദല്ലേ? സാജിദ തന്നെയാണോ? സാജിദ എന്റെ എത്രാമത്തെ ക്രഷാണ് അങ്ങനെയാണെങ്കിൽ, അല്ലെങ്കിൽ അത് വരില്ലല്ലോ. അത് ഓൾറെഡി മനസ്സിലുള്ളതാണല്ലോ പുറത്തോട്ട് വരുള്ളൂ. സാജിദല്ലേ? സാജിദയാണോ? ആർക്കറിയാം. ഫാത്തിമയല്ലേ? ഫാത്തിമല്ല, സാജിദ. അങ്ങനെയാണെങ്കിൽ നിനക്കാണ് തെറ്റിയത്. ചിലവ് പറയാൻ പറ്റില്ല, എനിക്കായിരിക്കും തെറ്റിയത് കേട്ടോ. സാജിദയാണെന്ന് എനിക്ക് പറയാനില്ല, പക്ഷെ സാജിദ എന്നുള്ളതിന്റെ സെയിം പേരാണത്. ഞാൻ ആലോചിച്ചോട്ടെ. ഫാത്തിമല്ല എന്തായാലും. സാജിദ തന്നെ തോന്നുന്നു. അതോ ഇനി നീ പറഞ്ഞത് കൊണ്ട് ഇനി എന്റെ വായില് സാജിദ തന്നെ വന്നാണോന്ന് പറഞ്ഞു ആയിരിക്കാം. എന്തായാലും ഇന്നലെ ഈ പാട്ട് കേട്ടിട്ടേ വായിൽ നിന്ന് പോകുന്നില്ല. അത് കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ കേട്ടോ, അത് 2-3 ദിവസം അതിന്റെ ഒരു ഹാങ് ഓവർ ഉണ്ടാവും. ഭയങ്കര ഫീലാണ് ആ സോങ്. ഒരു രക്ഷയില്ലാത്ത പാട്ടാ. ടൈല് എന്തിനാണ് ഇത് ഇടുന്നത്? ഞാൻ അങ്ങോട്ട് തുറന്നാ പോരെ എന്നും. അല്ല, ഞാൻ ജസ്റ്റ് നേരത്തെ പറയാൻ വേണ്ടിട്ട് കൈയൊക്കെ പൊക്കിയായിരുന്നു. നീ അതിന്റെ ഇടയിൽ കണ്ടായിരുന്നല്ലോ? ഇല്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. കൈ ഒന്നിച്ചായിരുന്നോ? തുറന്നു കാണിച്ചിട്ടുണ്ടത്. ഞാൻ പിന്നെ ഇനി അത് നോക്കി എന്നും പറഞ്ഞു. എന്തിനാണ് വെറുതെ? ഞാൻ ഒന്നുകൂടി നോക്കട്ടെ. ലാവുദിക്കണ നേരമായിതാ പ്രിയ സാജിദ. സാജി തന്നെയാണ് അല്ലേ? എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഓക്കെ, കേട്ടിട്ട് നാളെ കറക്റ്റ് ചെയ്യാം. ഓക്കെ. മഞ്ജുമൽ ബോയ്സ് സിനിമയുടെ പുതിയൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്, കാണാം. ഓക്കെ, ഗേറ്റിനപ്പുറത്താണല്ലോ. യെസ്. എനിക്ക് പ്രേമം ഓർമ്മ വരുന്നത്. എനിക്ക് തോന്നുന്നു ആ ഗേറ്റില്ലേ, തോന്നുന്ന കേട്ടോ, ആ ഗേറ്റിന്റെ അപ്പുറം ഇവര് എന്തോ ഒരു സംഭവം ഉണ്ട്. അവിടെ നിന്നാണ് ഇവരൊരു മറ്റേ അഡ്വഞ്ചർ മൂവിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സർവൈവൽ മൂവി ആണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്. ആ ഗേറ്റിന്റെ അവിടെ നോക്കുന്ന കണ്ടിട്ട് എന്തോ അവിടെ ഉണ്ട് ആകാംക്ഷയോടെ പോകാനുള്ള ഒരു സ്ഥലം. അവിടെ പോകുന്നതും പിന്നെ തിരിച്ചു വരാനുള്ള ബുദ്ധിമുട്ടുകളും ആയിരിക്കാം. സംഭവം എവിടെയെങ്കിലും ഉയർന്ന പ്രദേശത്തുള്ള അടഞ്ഞു കിടക്കുന്ന ഒരു വീടായിരിക്കാം. എന്തോ ഒരു സംഭവം സെറ്റപ്പ് ആണ്. ഹൊറല്ല, ഇവരെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഓർമ്മയുണ്ടോ? മരത്തിലൊക്കെ കുറെ തൂങ്ങി കിടക്കുന്ന സംഭവം, അങ്ങനെ ഏതോ ഒരു ഏരിയയില് പെട്ടുപോകുന്ന അങ്ങനെ എന്തോ ആണ് തോന്നുന്നു. ഓക്കെ, എന്തായാലും സുഷിൻ ശ്യാം ഇതിനെ കുറിച്ച് പറഞ്ഞത് കേട്ടിട്ട് അന്ന് മുതൽ കാത്തിരിക്കുന്ന സിനിമയാണ്. സത്യം കേട്ടോ, അത്രത്തോളം പ്രതീക്ഷയാണ് സിനിമക്ക്. ഓക്കെ, അതായത് ഫെബ്രുവരി 16-നാണ് സിനിമ വരുന്നത് കേട്ടോ. അടുത്തത് പ്രേമലു സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്ന് 5 മണിക്ക് വരും. ഓക്കെ. ഗിരീഷ് ഷെഡിയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. നമ്മുടെ നെസ്ലെ, പിന്നെ ആരാ, മമിത ബൈജു, ഇവരൊക്കെയാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. ചെറുപ്പക്കാരുടെ അല്ലേ, ഇന്നത്തെ യങ്സ്റ്റേഴ്സിന്റെ കഥ പറയുന്ന ഒരു സിനിമയായിരുന്നു. ഇവരുടെ സിനിമകളൊക്കെ അങ്ങനെയാണല്ലോ. അതെ, അതിനെല്ലാം ഒരു വൈബ് ഉണ്ട്. പിന്നെ തലവൻ സിനിമയുടെ ടീസർ ഇന്ന് 6 മണിക്ക് ഇട്ടാം. 5 മണിക്ക് പ്രേമലു, 6 മണിക്ക് തലവൻ. ടീസറാണ്. യെസ്. ജിസ് ജോയ് സിനിമയാണ്. നമ്മുടെ ബിജു മേനോൻ, ആസിഫ് അലി ഇവരാണ് പ്രധാന കഥാപാത്രങ്ങളാവുന്നത്. അടുത്തത് ആനന്ദപുരം ഡയറീസ് സിനിമയുടെ ഒഫീഷ്യൽ ടീസർ ഇന്ന് 5 മണിക്ക് വരും. ടീസറും ട്രെയിലറും കിടന്ന് കളിക്കുകയാണല്ലോ. 1-ാം തീയതി അല്ലേ, തകർക്കട്ടെ. ഓക്കെ, എന്തായാലും മീന, പിന്നെ സിദ്ധാർത്ഥല്ല, നമ്മുടെ ഹീറോയിലുണ്ടല്ലോ വില്ലനായിട്ട് അഭിനയിച്ച പൃഥ്വിരാജിന്റെ വില്ലനായിട്ട്, പേര് മറന്നുപോയി. അയ്യോ, ലാവുദിക്കണ നേരമായിതാ സാജിനെയാണ് അല്ലേ? അല്ല, ഇയാൾ സാജിനെ കണ്ടുപിടിക്കാണ് ഈ സിനിമയിലെ. പേര് കിട്ടുന്നില്ലല്ലോടാ. എങ്ങനെയാണ് ഓർക്കാൻ സമ്മതിക്കുക? എന്തായാലും ജയ ജോസ് രാജാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത് കേട്ടോ. ഒന്നും പറയണ്ട, കാര്യങ്ങളൊന്നും പറയാൻ, പാട്ടും പാടിയിരുന്നോ? നാം അങ്ങോട്ട് വെട്ടിക്കളയേണ്ടി വരും. പിന്നെ തങ്കം അല്ല, അത് പറയാൻ വന്ന തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ്. യെസ്. തങ്കമൺ സിനിമയുടെ ഒരു അപ്ഡേറ്റ്സ് അടുത്ത് തന്നെ ഉണ്ടാവുന്നതാണ് ഡയറക്ടർ രതീഷ് രഘുനന്ദൻ അപ്ഡേറ്റ് തന്നിട്ടുള്ളത് കേട്ടോ. റിലീസ് ഡേറ്റ് ആയിരിക്കണം. അതായത് ഈ മാസം ഉണ്ടാവും എന്നുള്ളത് കേട്ടിട്ടുണ്ട്. 22 എന്നുള്ളത് കേട്ടിട്ടുണ്ടായിരുന്നു. ചിലപ്പം അതായിരിക്കാം. ഓക്കെ, അടുത്തത് ടെസ്റ്റ് സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞു. ഓക്കെ. വൈനോട്ട് സ്റ്റുഡിയോ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ്. അതായത് ബ്രഹ്മയുഗം ടീമില്ലേ,
പ്രമുഖ 2 ടീമാണ്. ഒന്ന് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസും ഇവരും. അത് ഇവരുടെ പ്രേത സിനിമ മാത്രം ചെയ്യുന്ന സിനിമ അല്ല പ്രൊഡക്ഷനാണ്. ഓക്കെ. നൈറ്റ് ഷിഫ്റ്റ്. അപ്പോൾ ഇത് വൈനോട്ട് സ്റ്റുഡിയോ ആണ് ചെയ്യുന്നത്. സിനിമയുടെ സംവിധായകൻ്റെ പേര് ശശികാന്ത് എന്നാണ്. ഇതിൽ നയൻതാര, സിദ്ധാർത്ഥ്, പിന്നെ നമ്മുടെ മാധവൻ, ഇവർ 3 പേരുമാണ് പ്രധാന വേഷത്തിലെത്തുന്നത് കേട്ടോ. ഓക്കെ. ഓക്കെ. അടുത്തത് STR 48. ഓ മൈ ഗോഡ്. ഓക്കെ. സിനിമയുടെ ഫസ്റ്റ് ടിങ്കിൾ. പുതിയ റൈറ്റർ വെറൈറ്റി കളിയാണ്. നാളെയാണ് കേട്ടോ വരുന്നത്. ഇപ്പൊ പുതിയതായി. ഒന്ന് ഡ്രോപ്സ് ഉണ്ടായിരുന്നു. ഗ്ലിംസ് പിന്നെ അവിടെ ഇരിക്കട്ടെ. പിന്നെ എന്തായിരുന്നു പ്രിവ്യൂ ഉണ്ടായിരുന്നു. അത് മറ്റേ സിനിമ ഷോക്കേസ്, ജയിലറിന്റെ ഷോക്കേസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ടിങ്കിൾ നല്ല രസമുണ്ടല്ലേ അത് പറയാൻ തന്നെ. ടിങ്കിൾ എന്തായാലും STRന്റെ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൂവിയാണ്. രാജ് കമാൽ ഫിലിംസ് ആണ് സിനിമ നിർമ്മിക്കുന്നത്. നാളെയാണ്, പക്ഷെ ടൈം ഇട്ടിട്ടില്ല കേട്ടോ. അതെ, സിനിമയിലും ദുൽഖറും ഒക്കെ വരുന്നുണ്ടെന്നൊക്കെയാണ്. പിന്നെ കമലഹാസൻ കേൾക്കുന്നത്. ഓക്കെ. അടുത്ത കിഴി ഗ്യാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ്. ഇതിന്റെ ടൈറ്റിൽ ലുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. സംഭവം വെറൈറ്റി ആണ്. ടൈറ്റിൽ ലുക്ക് കാണുമ്പോ ദുൽഖറൊക്കെ അഭിനയിക്കുന്ന പോലെ അല്ലേ? കുറുപ്പ് സിനിമയല്ലേ പക്ക. അതെ. അതിന്റെ പോസ്റ്റർ വെച്ചിട്ടാണ് ഇത് പുറത്തിട്ടുള്ളത്. അതിന്റെ പോസ്റ്ററും ഉണ്ട്, അജഗജാന്തരത്തിന്റെ പോസ്റ്ററും ഉണ്ട് മുകളില്. അജ എന്നുള്ളത് TIN ഉണ്ട്. അതെ. എന്താ അവർ ഉദ്ദേശിക്കുന്നത് അറിയില്ല. അത് പറഞ്ഞു കേട്ടതാണ്. അതായത് ഈ സിനിമയിലെ കഥാപാത്രം ഉണ്ടല്ലോ, കുറുപ്പ് സിനിമ, അതിലെ കഥാപാത്രങ്ങൾക്ക് അതിന്റെ സംഭവങ്ങൾ അതുപോലെ യാദൃശ്ചികമായി നടക്കുന്നോ എന്തൊക്കെയാണ് കേട്ടത്. എന്തൊക്കെയോ അറിഞ്ഞൂടാ. എന്തായാലും അബു സലീം ആണെന്നാണ് കേൾക്കുന്നത് കേട്ടോ, സുകുമാരക്കുറുപ്പായിട്ട്. ഓക്കെ. അടുത്ത സംവിധാനം ഷെബി ഷൗക്കത്താണോ അങ്ങനെ എന്തോ ആണ്. ഓക്കെ. അടുത്തത് സൈന്തവ്, നമ്മുടെ വെങ്കടേഷ് നായകനായ സിനിമ. സിനിമ OTTയിൽ വരുന്നു. ആമസോൺ പ്രൈമിൽ ഫെബ്രുവരി 3-ാം തീയതി. ഓക്കെ. അടുത്ത കിഴി തുമ്മലുണ്ട്. ഇന്നലെ മിനിഞ്ഞാന്ന് വന്നതാണല്ലോ, ഇതുവരെ പോയില്ലേ? അതൊന്ന് പോയി. ഇത് അവരുടെ ഫ്രണ്ട്സ് ആണ് തോന്നുന്നത്. ആണല്ലേ? എന്തായാലും അത് പോയി. ഓക്കെ. അടുത്ത കിഴി ലവർ. ഇതൊക്കെ തന്നെയാണോ നിനക്ക്? എനിക്കാണെങ്കിൽ ഫുൾ വയലൻസ്. അങ്ങനെയാണ്, സ്നേഹമുള്ളതേ കിട്ടുള്ളൂ. അതാണ്. ഓക്കെ. എന്തായാലും ലവർ എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ച്, ട്രെയിലർ ലോഞ്ച് ഫെബ്രുവരി 2-ന് ഉണ്ടാവും എന്നുള്ളതാണ്. മണികണ്ഠനാണ് സിനിമ മണികണ്ഠനാണ് സിനിമയിലെ നായകൻ. അതായത് നമ്മുടെ ഗുഡ് നൈറ്റ് സിനിമ അല്ലേ, വമ്പ ഹിറ്റായിരുന്നു. അപ്പോൾ ആളുടെ അടുത്ത സിനിമയാണ് ലവർ. പ്രഭുറാം വ്യാസാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് കേട്ടോ. അതെ. ഓക്കെ. അടുത്ത D51. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് കിട്ടുന്നത് ധാരാവി, കൊട്ടേഷൻ, വയലൻസ് ഒക്കെ കിട്ടുള്ളൂ. STR 48. ഇപ്പൊ ധാരാവിന്ന് കേൾക്കുമ്പോഴേ വയലൻസ് ആണ്. എന്താണെങ്കിലും സിനിമയുടെ ഒരു ലീക്കഡ് വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ധനുഷിന്റെ ലുക്ക്, എന്റെ മോനെ, ഒരു പിച്ചക്കാരൻ. ആള് പിച്ചക്കാരനായിട്ടോ ചെയ്യുന്നത്. അപ്പോൾ സംഭവം ഈ ഒരു പേരും ഈ പിച്ചക്കാരൻ ലുക്കും മനസ്സിലാക്കിയിട്ടേ, അതെ, സംഭവം ഒരു പിച്ചക്കാരൻ ധാരാവിയിലെ ഒരു ഡോണായി മാറുന്നതായിരിക്കും. വേറെ ലെവലായിരിക്കും അത്. ധനുഷ് പൊളിക്കൂട്ടോ. പിന്നെന്താ ഭീകരം. അടുത്ത കിഴി. ഓക്കെ. ഓ മൈ ഗോഡ് അളിയാ. ഒടുവിൽ വയലൻസ് ഞാൻ കണ്ടു. അതും ഭീകര വയലൻസ്. ഞാൻ കണ്ടു. നീ കണ്ട കങ്കുവ സിനിമയുടെ ഫോട്ടോഷൂട്ട്, അതിന്റെ പിക്ക്, അതായത് ഒരു സ്റ്റോറി ആയിട്ട് നമ്മുടെ സൂര്യധൻ ഇട്ടിട്ടുണ്ട്. എന്താ രസല്ലേ, എന്താ ലുക്ക് അല്ലേ, കിട്ടില്ല. അതേപോലെ ഇല്ല. നീ അതും പാടിക്കൊണ്ടിരുന്നു, കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനത്തെ തോന്നിയാസം വിളിച്ചു പറയാണ്ടിരുന്നത് മതി. എന്താ പാട്ടിന്റെ വൈബ്, അത് വേറെ വൈബാണ്. അടുത്തത് ഭ്രമയുഗം. അതായത് സിനിമയുടെ ടീമുകളെല്ലാവരും കൂടി, അർജുൻ അശോകൻ, സിദ്ധാർത്ഥ്, പിന്നെ
ബാക്കി ടെക്നീഷ്യൻസ് രാഹുൽ സദാശിവൻ ഇവരെല്ലാരും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ അർജുൻ അശോകൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാം. സിനിമ ഫെബ്രുവരി 15 തിയേറ്ററിലേക്ക് എത്തും. ഇത് ഇങ്ങനെ കാണിക്കാൻ പറ്റുന്നോണ്ടാട്ടോ അതിന്റെ ഒരു BGM കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്റെ അമ്മോ, അതൊരു ഭീകര സാധനം കേട്ടോ. 2 ഫോട്ടോ എടുത്തിട്ട് അത് ഇട്ട് കൊടുക്കണം. നീ അങ്ങനെ BGM ഇടൊന്നും വേണ്ട, നിന്റെ ഭീകരത തന്നെയാണ്. BGM ഇട്ടില്ലേലും നീ ഭീകരത നോക്കിയാ മതി. അയ്യോ, അതുകൊണ്ടാണ് എത്ര റൊമാൻറ്റിക് ആയിട്ട് ആ പാട്ട് പാടി. അവൻ കൂടെ പാടിയോ? നീ ഒന്ന് പാടിക്കടാ. സാജിദ എന്നല്ല, ഫാത്തിമ തന്നെ. അയ്യോ, അത് എനിക്ക് അതാണ്, എനിക്ക് കറക്റ്റ് അക്ഷരങ്ങളൊന്നും ഇല്ലാണ്ട് ഞാൻ പാട്ട് പാടാറില്ല. പിന്നല്ലാണ്ട് അക്ഷരങ്ങളെന്നല്ല, ഒരു അക്ഷരങ്ങളെന്നല്ല തെറ്റുന്ന എനിക്ക് ഇഷ്ടമല്ല. ഞാനും യേശുദാസൊക്കെ അങ്ങനെ തന്നെ, ഞങ്ങൾ 2 ഒരേപോലൊക്കെ തന്നെ. ഞാൻ ലുക്കിനെ കുറിച്ച് പറഞ്ഞപ്പോ അല്ല, ഇതുള്ള കാര്യമല്ലേ, മറ്റതില്ലാത്ത കാര്യമല്ലേ. BGM ഇടണ്ടല്ലോ, മനസ്സിലായല്ലേ. അടുത്ത ഗെയിം ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ഒന്നുമില്ല, കൊള്ളാം. സിനിമയുടെ നെക്സ്റ്റ് ഷെഡ്യൂൾ ഇന്ന് തുടങ്ങുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഫെബ്രുവരി 10 ഇവർ ശ്രീലങ്കയിലേക്ക് പോകുന്നുണ്ട്. അത് അടുത്ത ഷെഡ്യൂൾ ആയിരിക്കുമെന്നായിരുന്നു റൂമേഴ്സ്. എന്നാൽ ഇതിൻ്റെ ഇടയിൽ ഒരു ഷെഡ്യൂൾ കയറി വന്നിട്ടുണ്ട്. ഇന്ന് തുടങ്ങും. ചെറിയൊരു ഷെഡ്യൂൾ, ചെറുതാണ്, എവിടെയെന്നുള്ളതൊന്നും നമുക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഇതിന് ശേഷമായിരിക്കും രാജസ്ഥാൻ, ഇസ്താംബുൾ, പിന്നെ ശ്രീലങ്ക, ഇങ്ങനെ 3 ലൊക്കേഷനിൽ ഇനി വരുന്ന ഷെഡ്യൂളുകൾ. അതോടെ ഇത് തീരും. അതായത് ഫുൾ സിനിമ കംപ്ലീറ്റ് ഏപ്രിൽ മാസത്തോടെ തീരും. അതിനുശേഷം കേട്ടോ ദളപതി അനൗൺസ്മെന്റ് വരുന്നത്. അപ്പൊ എന്തായാലും പാട്ട് അതിന് തുടക്കം ലാവുദിക്കണ നേരമായിതാ പ്രിയ സാജിദ്, അത് അതിലേക്ക് എത്തിപ്പോവാണ് നീ, അതാണ് പ്രശ്നം. എനിക്ക് തോന്നുന്നില്ല സാജിദാന്ന് മറ്റു വല്ല മറിയാമയൊക്കെ ആക്കിയത്. എന്തായാലും ചുരുളഴിയാത്ത ഈ കിഴി എപ്പിസോഡില് ഈ സാജിദി ഫാത്തിമി അവിടെ കിടക്കട്ടെ, അവിടെ നിൽക്കട്ടെ. എന്തായാലും ഇനി അതിന്റെ ഇടയിലൂടെ കയറി നമ്മുടെ മറിയാമ വന്ന് നിൽക്കുമെന്ന് അറിഞ്ഞൂടാ, നോക്കാം. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളായിട്ട് ഉടനെ കാണാം. ബൈ.